എല്ലാവർക്കും റെസിപ്പി വേർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ആപ്പിൾ ജ്യൂസാണ്. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് അതിനകത്തുള്ള ആ കുരുവെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ്. പിന്നെ ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം തേൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ പീസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നാരങ്ങ നീര് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നാരങ്ങയുടെ കുരു അതിനകത്ത് പെടാതെ സൂക്ഷിക്കണം. ഞാൻ ഇപ്പോൾ കുരുവെല്ലാം ആദ്യമേ റിമൂവ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേൻ വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് നല്ല രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ആപ്പിളിൻ്റെ പീസൊക്കെ നല്ല രീതിക്ക് അരഞ്ഞു കിട്ടണം. അതുകൊണ്ട് ഒരു 4-5 മിനിറ്റ് നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനർ ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ആപ്പിൾ ജ്യൂസ് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല രീതിക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ജ്യൂസ് അതിലേക്ക് പകർത്താം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നത്തെയും പോലെ തന്നെ പറയുന്നു, നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഉടൻ തന്നെ തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പിയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.